നവാസ്ക് ഒന്നിച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കോഴിക്കോട്, ടിക്കറ്റാക്ക രോഹിത്തിൻ്റെ. അതിൻ്റെ ഷെഡ്യൂളൊക്കെ പൂർത്തിയായിട്ടുണ്ടായില്ല. ഷെഡ്യൂൾ അതിൻ്റെ കുറച്ച് സീൻ കൂടി ഉള്ളു പുള്ളിന്, ബാക്കി ഏകദേശമൊക്കെ കഴിഞ്ഞാണ് അതിൻ്റെ. അപ്പോൾ അവിടെ നിന്നാണ് പുള്ളി ഈ പുതിയ പടത്തിൻ്റെ സെറ്റിലോട്ടൊരു 10 ദിവസം വന്ന് അങ്ങനെ എന്തൊരു ഡേറ്റ് പറഞ്ഞ് പോയതാണ്. ചേട്ടനായി ഒരുമിച്ചായിരുന്നു? ഞങ്ങൾ ഒന്നിച്ച് ആയിരുന്നു, ഒരു ഹോട്ടലിലായിരുന്നു. പിന്നെ ഒന്നിച്ച് തന്നെ ഇരുന്ന് എപ്പോഴും അവിടെ ലൊക്കേഷനിലാണെങ്കിലും. ലൊക്കേഷനിലൊക്കെ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും അസ്വസ്ഥത? ഒരു ഒന്നും ഉണ്ടായില്ല അവിടെ വെച്ചിട്ട്. നമ്മളൊക്കെ എപ്പോഴും ഒരു ക്ലാസ് എടുക്കൽ പോലെയൊക്കെ ആയിരുന്നു. പുള്ളി വന്നിട്ട് ഒരു ഫുഡ് കഴിക്കണേലും ഇങ്ങനെ ചെയ്യണം അങ്ങനെയാണൊക്കെ പറഞ്ഞ് നമുക്ക് ഇത് പറഞ്ഞൊക്കെ തരും. ഡെയിലി അങ്ങനെ എല്ലാവരോടും വന്നവരോടൊക്കെ അതായിരുന്നു. അത്രയും ബോഡി ഭയങ്കരമായിട്ട് ഇത് ചെയ്ത് പോണ ഒരാളായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അവിടെ വെച്ചിട്ട്. അവിടെ ഏകദേശം ഞങ്ങളിപ്പോൾ ആ ഒരു പടത്തിന് വേണ്ടി പുള്ളി ഒരു 3 കൊല്ലമായിട്ട് അതിൻ്റെ പുറകെ ഇരുന്നതിൻ്റെ. സെറ്റിലുള്ളപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊരു അന്തരീക്ഷ കാര്യങ്ങൾ? നല്ല ഇതായിരുന്നു. എപ്പോഴും സംസാരിക്കും, ഇങ്ങനെ നമ്മളെ വിളിച്ചിരുത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ആയിട്ട്. പക്ഷേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസം ഒന്നിച്ച് ഞങ്ങൾ കോഴിക്കോടായിരുന്നു ഷൂട്ട്. ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വന്നായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം അപ്പോൾ വേറൊരു പടത്തിൻ്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കണ ഇപ്പോൾ ഈ സംഭവിക്കുമ്പോൾ ഉള്ള പടത്തിൽ കുറച്ച് ദിവസം ഷൂട്ടിനെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ അവിടെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കിയെല്ലാം തീർന്നിരിക്കണമായിരുന്നു. അപ്പോൾ അതിൽ വലിയൊരു ഇതായിരുന്നു. കുറേ കാലത്തിനിടയ്ക്ക് പുള്ളിക്കൊരു വലിയ നല്ലൊരു സംഭവമാണ് വരാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെ കുറിച്ചൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഞാനും നവാസ്കയും മിക്രഡ് തിന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ത്രൂ ഔട്ട് ആ പടത്തിലുണ്ട്. രോഹിത്തിൻ്റെ പടം കളയൊക്കെ ചെയ്തു. അങ്ങനെ പറഞ്ഞറിഞ്ഞു. ഞാനിപ്പോൾ ഈ ലാസ്റ്റ് ഇതിൽ വേദന ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവർ പോകണമെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ. അപ്പോൾ എന്തോ ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് പോകുന്നു അങ്ങനെ എന്തൊക്കെ പറഞ്ഞെന്നാണ് അറിഞ്ഞത്. ക്ലിയറായിട്ട് അറിയില്ല. പിന്നെ അവിടെ വെച്ച് ഞങ്ങൾ ഒന്നിച്ച് അവിടെ റൂമിലായിരുന്നപ്പോൾ ഞങ്ങളെപ്പോൾ കോൺടാക്ട് ചെയ്യും. അങ്ങനെ വിളിയും കാര്യമൊക്കെ എപ്പോഴും ഉണ്ടാവും റൂമിലാണെങ്കിൽ. പിന്നെ ഉറങ്ങുന്ന സമയത്തൊക്കെ പുള്ളി ഒറ്റക്കുള്ളതായതുള്ളൂ. അപ്പോൾ റൂമിലാരും ഉണ്ടാവാറുമില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ പോലെ അതെ 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 അവിടെ വെച്ചിട്ട് ഇതിനെക്കുറിച്ച് ഞങ്ങളെപ്പോഴും അങ്ങനെയാണ് പറയും. കാരണം ഓരോ ഷോട്ടുകൾ എടുക്കുമ്പോഴും പുള്ളിക്കങ്ങനെ ആത്മവിശ്വാസം കുറേ നാളിന് ശേഷം അങ്ങനത്തെ ഒരു ഇതിൽ ത്രൂ ഔട്ട് വേഷമാണ്. അതിലൊരു പുറത്ത് വിട്ടിട്ടില്ല. അതിൻ്റെ ഇത് ഒരു ഫോട്ടോസ് പോലും ഇതായിട്ട് വിട്ടിട്ടില്ല. അപ്പോൾ അതിൽ എപ്പോഴും പുള്ളിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിൽ. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് ആ പാട്ട്, അതിൻ്റെ ഷോട്ടുകൾ അങ്ങനെയാണ്. പിന്നെ കള എന്ന് പറഞ്ഞ് വലിയൊരു പടം ചെയ്തപ്പോൾ അത് ആ ഡയറക്ടറുടെ പടത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ആസിഫിൻ്റെ വലിയൊരു മൂവിയും കൂടിയാണത്. ആഗ്രഹം പൂർത്തിയാക്കാൻ പറ്റാതെ അത് നമുക്ക് ഇത് റിലീസ് ഏകദേശം ഡിസംബർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷൂട്ട് ഓഗസ്റ്റിലൊക്കെ കഴിയുള്ളൂ. അപ്പോൾ അത് വലിയൊരു സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയും. നമ്മൾ ഭാഗങ്ങൾ ഇനിയും ഷൂട്ട് ചെയ്യാനുണ്ട്. കുറച്ചുണ്ടായാൽ കുറച്ചുള്ളൂ. ബാക്കി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സിൻ്റെ ഇതൊക്കെ ഏകദേശം പുള്ളിയുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോകുന്നതാണ് അവിടെ നിന്ന്. സംസാരം മൂവിനെ പറ്റിയും ഇങ്ങനെ. പിന്നെ ഈ പടത്തിൻ്റെ വേഷങ്ങളൊക്കെ പറയും. ഇപ്പോൾ പടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ പടങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു, നല്ല വേഷങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ താടി എടുക്കണം എന്നൊക്കെ പറഞ്ഞെന്ന്. അപ്പോൾ എന്നെ ഇപ്പോൾ ഇത് സംഭവിക്കണം 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എടാ എറണാകുളത്ത് വന്നിട്ട് നീ ചെയ്താന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്ന ഒരു ദിവസം ചെയ്ത് പോയിക്കാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ എല്ലാ ദിവസവും ഡീറ്റെയിൽ, അത് എന്നോട് മാത്രമല്ല അവിടെ ലൊക്കേഷനിൽ അവർ മാനേജറൊക്കെ വിളിച്ചിട്ട് ഡീറ്റെയിൽ ചോദിക്കുമായിരുന്നു. ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അത്രയും നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു കലാഭവൻ നവാസ് എന്ന് പറഞ്ഞാൽ. മരണം വരെയും പെർഫെക്റ്റായിട്ട് സ്റ്റേജിനെ കൈകാര്യം ചെയ്യുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചാനൽ ഷോസ് ചെയ്തിട്ടുണ്ട്. മിമിക്രിക്ക് വേണ്ടി അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അവസാനം വരെ വർക്ക് ചെയ്തിട്ടുള്ള, ഡെഡിക്കേഷനോടുകൂടി വർക്ക് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു കലാകാരനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സംഘടനയ്ക്കാണെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയത്. ഇത് നവാസിക്കൊക്കെ പകരം നവാസിക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ സമീപകാലത്ത് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടൊക്കെയാണ്? 2 ആഴ്ച മുമ്പ് വരെ ഞങ്ങൾ സംസാരിച്ച് വെച്ചുള്ളൂ. ഞങ്ങൾ മായുടെ ഒരു ജനറൽ ബോഡി നടക്കുമ്പോൾ ഞങ്ങൾ വൈറലായ ഒരു ഏഷ്യനെറ്റിൻ്റെ ഒരു പരിപാടിക്ക് വൈറലായ ഒരു ഗ്രൂപ്പ് സോങ് പ്ലാൻ ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു. അപ്പോൾ നവാസ്ക്ക് പറഞ്ഞു ഞാൻ ഉണ്ടാവില്ല, സിനിമയുടെ ഷൂട്ടിലാണ്, അതുകൊണ്ട് അത് നടന്നില്ല. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് വെച്ചത്. പെട്ടെന്നുള്ള ഈ വാർത്ത എങ്ങനെയായിരുന്നു? പെട്ടെന്നുള്ള വാർത്ത നമുക്കൊന്നും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. കാരണം ആ മുഖം മനസ്സിൽ നിന്ന് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. മരിച്ചു എന്ന് നമുക്ക് കരുതാൻ പറ്റത്തില്ല.
ഞെട്ടലെന്ന് പറഞ്ഞാൽ അത് നിസ്സാര ഞെട്ടലൊന്നുമല്ല. ഞെട്ടി അതിനിപ്പോഴും ആരും റിലീസായിട്ടില്ല ആ ഞെട്ടലിന്. കുറച്ച് നാളത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നവാസ്ക വീണ്ടും നല്ല രീതിയിൽ സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കും ഒരു നല്ല ഓപ്പർച്യൂണിറ്റീസും പിന്നെ നമ്മൾ പുള്ളിയുടെ ആ വരവ് കാണുമ്പോൾ നമ്മൾ സന്തോഷിച്ച് എല്ലാവരും നല്ല ഒരു തുടക്കം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ വിയോഗം മിമിക്രി ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു വിയോഗം തന്നെ. ശരി.